ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായാണ്. വളരെ സ്പൈസി ആയിട്ട് ചിക്കൻ എങ്ങനെ ചിക്കി എടുക്കാമെന്ന് നോക്കാം. വളരെ ഈസി റെസിപ്പിയാണിത്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. നമുക്കിതിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാൻ. പാത്രം മൂടി വെച്ച് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് പാത്രം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പിടിക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് തനിയെ വെള്ളം ഊറി വരും. ആ സമയം നമുക്ക് പാത്രത്തിൻ്റെ മൂടി മാറ്റി തുറന്ന് വെച്ച് വേവിക്കണം. ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചിക്കൻ തണുത്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നുറുക്കിയെടുക്കാം. ഈ രീതിയിൽ എല്ലാ ചിക്കനും ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും സവാള അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് 2ആയി കീറിയത്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ചെറുതായി സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇടിച്ച മുളക് ചെറുതായി മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളിലെല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി എല്ലാം ചിക്കനിൽ നന്നായി മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഇത് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചിക്കൻ ചെറുതായി മുരിഞ്ഞ പരുവത്തിൽ വരും. ആ സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്പൈസി ചിക്കൻ ചിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് ഞാൻ ഈ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.